ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് ഡ്രാഗൺ സൂപ്പർ ഗ്രനോള ആർക്കിന്റെ പാർട്ട് 14 ആണ്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയുന്നില്ല, ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ ഗ്യാസും ഗ്രനോളയും തമ്മിലുള്ള ഫൈറ്റ് ആണ് കാണിക്കുന്നത്. രണ്ടുപേരും യൂണിവേഴ്സിലെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഫൈറ്റർ ആണെങ്കിലും ഗ്യാസ് ആണ് ഇവിടെ കൂടുതൽ പവർഫുൾ ആയിട്ടുള്ളത്. ഇതേ സമയം നാമയ്ക്കൻ നമ്മുടെ വെജിറ്റയെ ഹീൽ ചെയ്യുന്നുണ്ടാകും. അങ്ങനെ ഇവരുടെ ഫൈറ്റ് കുറച്ചുകൂടി ടൈറ്റായി പോകാൻ തുടങ്ങും. ഗ്യാസിന്റെ കണ്ണിൽ നിന്നുമൊക്കെ ലേസർ ഒക്കെ വിടാൻ തുടങ്ങുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു ഫൈറ്റ് സീരീസിലാണെങ്കിൽ ഒരു എപ്പിസോഡിന് മുകളിൽ എന്തായാലും ഉണ്ടാകും. കാരണം കഴിഞ്ഞ പാർട്ട് തൊട്ടേയുള്ള ഫൈറ്റ് ഇപ്പോഴും നിന്നില്ല. അങ്ങനെ ഇവരുടെ ഫൈറ്റിൽ ഗ്രനോള ഒരുപാട് ക്ലോൺസിനൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ഗ്യാസ് ഈ ടെക്നിക്കൊന്നും എന്റെ കയ്യിൽ വർക്കാകില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഗ്രനോള ഇൻസ്റ്റന്റ് ടെലിപ്പോർട്ടേഷൻ ഉപയോഗിച്ച് ഗ്യാസിന്റെ മുൻപിൽ എത്തുന്നു. എത്തിയ ഉടൻ തന്നെ ഞാൻ ഇതിനു വേണ്ടിയാണ് വെയിറ്റ് ചെയ്തത് എന്ന് പറഞ്ഞ് ഗ്രനോള ഫിംഗർ ഗണ്ണിൽ നിന്നും ഒരു ഫ്ലാഷ് വിടുന്നു. അങ്ങനെ ഇവരുടെ ഫൈറ്റിൽ ഇപ്പോഴാണ് ഗ്രനോള ഗ്യാസിന് നേരെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു അറ്റാക്ക് കൊടുക്കാൻ സാധിച്ചത്. അങ്ങനെ ഗ്യാസ് തെറിച്ചു പോവുകയും ഗ്രനോള നല്ല രീതിയിൽ വീക്ക് ആകുകയും ചെയ്യും. ഈ സമയം നമ്മുടെ ഗോക്കു ഗ്രനോളയ്ക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ വെജിറ്റ പറയും ഗ്രനോള ക്ലോൺസിനെ യൂസ് ചെയ്തത് കൊണ്ട് തന്നെ ക്ലോൺസിന് ഉണ്ടായ ഡാമേജ് അവനും എഫക്റ്റ് ആകും. അങ്ങനെ ഇതേ സമയം പെട്ടെന്നായിരിക്കും നമ്മുടെ ഗ്യാസിന്റെ മുന്നിൽ എലക്ക് വരുന്നത്. എലക്ക് പറയും, നീ ഇത്ര വേഗം അടി വാങ്ങിയോ? അപ്പോഴാ പെണ്ണും പറയും, യൂണിവേഴ്സിലെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഫൈറ്റർ അല്ലേ നീ, ഇത്ര വേഗം നീ ഇങ്ങനെയായി പോയോ? അപ്പോഴാണ് എലക്ക് ഗ്യാസിന്റെ തലയിലുണ്ടായ ആ ഒരു മാല പോലെയുള്ള ആ ഒരു സാധനം അവന്റെ തലയിൽ നിന്നും എടുക്കും. ഈ സമയം ആ പെണ്ണ് എലക്കിനോട് പറയും, എന്തിനാണ് ഇതുപോലെ ചെയ്യുന്നത്? അപ്പോൾ എലക്ക് പറയും, ഇവൻ പേരിന് യൂണിവേഴ്സിലെ സ്ട്രോങ്ങസ്റ്റ് ഫൈറ്റർ ആണെങ്കിലും അതിന് എന്ത് അർത്ഥമാണുള്ളത്? അവന്റെ ഉള്ളിലുള്ള പവർ പുറത്തെടുക്കാനുള്ള സമയമായി എന്നും പറയുന്നു. അപ്പോൾ തന്നെ ഗ്യാസിന് എന്തൊക്കെയോ ചെറുതായി സംഭവിക്കുന്നു. ഈ സമയം ആ ഒരു പെണ്ണ് പറയും, 40 വർഷമായി അവന്റെ പവർ ഇപ്പോഴാണ് പുറത്തു കൊണ്ടുവരുന്നത്. അതായത് നമ്മുടെ ഡ്രാഗൺ ബോൾ സി ബ്രോലി മൂവിയിലെ ബ്രോലിയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സാധനം എടുത്തു വെച്ചിട്ടില്ലേ തലയിൽ, അതുപോലെയൊക്കെ ഇതും നമുക്ക് പറയാം. അങ്ങനെ ഇലക്ക് ഗ്യാസിനെ പിന്നെയും ഇങ്ങനെയുള്ള ഒരുത്തനല്ല, നിന്റെ ഉള്ളിൽ ഒരുപാട് പവേഴ്സ് ഉണ്ട്, അത് നീ പുറത്തെടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഗ്യാസിനെ ഒന്ന് പുഷ് ചെയ്ത് വിടും. അങ്ങനെ ഇതൊക്കെ കേട്ട് ഗ്യാസ് തന്റെ പവർ മുഴുവൻ പുറത്തെടുക്കുന്നു. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നെ അടിപൊളിയായിട്ടാണ് ഉള്ളത്. അതായത് നമ്മുടെ ഹൾക്കൊക്കെ എങ്ങനെയാണോ വരുന്നത് അതുപോലെ. ഇത് കണ്ട് നമ്മുടെ ഗോക്കു, വെജിറ്റ, ഗ്രനോള ഇവരൊക്കെ ഷോക്കായിട്ട് ഇതാണോ ഗ്യാസ്? അപ്പോഴാണ് മൊണേറ്റോ പറയുന്നത്, ഞാൻ ഈ ഒരു രൂപം 40 വർഷം മുമ്പ് കണ്ടിട്ടുണ്ട്. ഈ ഒരു രൂപത്തിലുള്ള ഗ്യാസിനെയാണ് അന്ന് നമ്മുടെ ബാർഡോക്ക് ഫൈറ്റ് ചെയ്തത്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഗ്യാസ് ഗ്രനോളയുടെ മുന്നിലെത്തി അറഞ്ചും പുറഞ്ചും അടിക്കാൻ തുടങ്ങുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഗ്യാസ് ഒരു മോൺസ്റ്ററിനെ പോലെയാണ് ഉള്ളത്. ഈ സമയം വെജിറ്റ മൊണേറ്റയോട് ചോദിക്കും, അപ്പോൾ 40 വർഷം മുമ്പുള്ള ആ ഒരു ഫൈറ്റില് ആരാണ് ജയിച്ചത്? അതെനിക്കറിയില്ല എന്നും മൊണേറ്റോ പറയുന്നു. ഇതേ സമയമായിരിക്കും ആ ഒരു പെണ്ണ് വന്ന് ഗ്യാസിന്റെ അടുത്ത് എത്തിയിട്ട് നീ പഴയതുപോലെ ആകണം എന്നൊക്കെ ഗ്യാസിനോട് പറയുന്നു. ഗ്യാസ് ഇവിടെ ഒരു പ്യൂർ ആയിട്ടുള്ള മോൺസ്റ്റർ ആയതുകൊണ്ട് തന്നെ ഇവർ പറയുന്നതൊന്നും തന്നെ കേൾക്കില്ല, അവരെയും അടിച്ചു തെറിപ്പിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞ ഉടൻ തന്നെ ഗ്യാസ് പറന്നു വന്നിട്ട് വെജിറ്റയുടെ വയറിന് നോക്കി ഒരു കിക്ക് കൊടുക്കുന്നു. അങ്ങനെ വെജിറ്റയെയും നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുമ്പോഴാണ് ഗോക്കു രക്ഷിക്കാൻ വേണ്ടി അവരെ പറന്നു വരുന്നത്. അങ്ങനെ ഗോക്കു പഞ്ച് ചെയ്യുന്ന സമയത്തായിരിക്കും ഗ്യാസിന് രണ്ട് ബാർഡോക്കുമായിട്ടുള്ള ഫൈറ്റ് ചെയ്ത ആ ഒരു സീൻ ഓർമ്മ വരുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഗ്യാസ്, ഞാനിപ്പോൾ അവന്റെ മകന്റെ കൂടെയാണല്ലോ ഫൈറ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എലക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗ്യാസിന് ഓർമ്മ വരുന്നു. അങ്ങനെ അതൊക്കെ ഓർത്ത് ഗ്യാസ് പഴയതുപോലെ ആകുന്നു. ആ ഒരു മോൺസ്റ്റർ പോലെയുള്ള പവറും താൻ കൺട്രോളിലേക്ക് എടുക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഗോക്കു, വെജിറ്റയെ നമ്മുടെ ഗ്യാസ് ഒരു സ്പെല്ലിട്ട് അവരുടെ വെയിറ്റ് കൂട്ടും. ഈ സമയം ഗോക്കുവും വെജിറ്റയ്ക്കും ഒന്ന് അനങ്ങാൻ കൂടി കഴിയുന്നുണ്ടാകില്ല. അങ്ങനെ ഇതേ സമയമായിരിക്കും നമ്മുടെ ഗ്രനോള എലക്കിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതേ സമയം നമ്മുടെ ഗ്രനോള എലക്കിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകും. ഇവിടെ നടന്ന എല്ലാത്തിന്റെയും കാരണം എലക്കാണ്. അങ്ങനെ നിന്നെ വെറുതെ വിടില്ല എന്ന് പറയുമ്പോഴേക്കും ഗ്യാസ് എലക്കിനെ ടെലിപ്പോർട്ട് ചെയ്ത് മാറ്റും. എലക്ക് പറയും, ഗ്രനോള നീ എന്താണ് ചെയ്യുന്നത്? നീ ഒറ്റപ്പെട്ടു നിന്ന സമയത്തും നിന്നെ നോക്കിയതും ഒക്കെ ഞാനാണ്. അപ്പോൾ തന്നെ ഗ്രനോള പറയും, ഞാനിവിടെ ജീവനോടെ ഉണ്ടായിട്ടുണ്ടെങ്കിലും എന്റെ അമ്മയെയും പ്ലാനറ്റിലുള്ള എല്ലാവരെയും കൊന്നത് നീ കാരണമല്ലേ, അതുകൊണ്ട് ഞാൻ നിന്നെയും വെറുതെ വിടുകയില്ല എന്ന് പറയുന്നു. അങ്ങനെ പിന്നെയും എലക്കുമായി അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോഴേക്കും ഗ്യാസ് അവിടെ പറന്നു വന്ന് അവന്റെ കൈ തട്ടി മാറ്റുന്നു. തട്ടി മാറ്റിയതും കൂടാതെ കണ്ണിൽ ഒരു അറ്റാക്കും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒന്നും കാണാൻ സാധിക്കാതെ എലക്കിനടുത്ത് ഗ്രനോള വീഴുകയും നിന്റെ അമ്മയെ കൊന്ന സമയത്ത് നിന്നെയും കൊല്ലണമായിരുന്നു എന്ന് പറഞ്ഞ് പുറകിൽ നിന്നും ഗണ്ണ് വെച്ച് ഫയർ ചെയ്യുകയും ചെയ്യും. ഇതുകണ്ട് നമ്മുടെ ഗോക്കുവും, വെജിറ്റ, മൊണേറ്റോ ഇവരൊക്കെ ഷോക്കാകുന്നു. ഈ സമയം നമ്മുടെ എലക്ക് ഗ്യാസിനോട്, സോറി നിന്റെ എനിമിയെ ഞാൻ കൊന്നതിന് വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കും. അതൊന്നും കുഴപ്പമില്ല എന്ന് ഗ്യാസും പറയും. ഇതേ സമയം ഗോക്കു, വെജിറ്റയ്ക്ക്
ഗ്യാസ് ഒരു സ്പെല്ലിട്ടത് കൊണ്ട് അനങ്ങാൻ കഴിയുന്നില്ല എന്ന് നേരത്തെ പറഞ്ഞില്ലേ. ഇതേ സമയം നമ്മുടെ വെജീറ്റ ഗോകുവിന് കുറച്ച് എനർജി കൊടുക്കുന്നു. ഈ സമയം ഗോകു, നീയാണോ ഇത് ചെയ്തത് വെജീറ്റ? അതെ, ഞാനിവിടെ മരിച്ചാലും കുഴപ്പമില്ല, നീ ഇവരെ സേവ് ചെയ്യണം. ഇതുപോലുള്ളൊരു സിറ്റുവേഷൻ നമ്മൾ കുറെ കണ്ടതാണ് ടൂർണമെന്റ് ഓഫ് പവറിലും മോറോ ആർക്കിലും ഒക്കെ. അങ്ങനെ ഗോകു സൂപ്പർ സൈൻ ബ്ലൂ ട്രാൻസ്ഫോർമേഷനിലേക്ക് മാറി ഗോകു വേഴ്സസ് ഗ്യാസ് എന്ന ഫൈറ്റ് ഉണ്ടാവുന്നു. ഗ്യാസ് ഒരുപാട് ട്രാപ്പ് ഒക്കെ വെച്ച് ഗോകു ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നു. അതൊക്കെ ഈസി ആയിട്ട് ഗോകു അടിച്ചിടുന്നുമുണ്ട്. അതും കഴിഞ്ഞ് ഗ്യാസ് ട്രെയിനൊക്കെ കൺട്രോൾ ചെയ്ത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിൽ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു ഫൈറ്റർ ഈ രീതിയിലൊക്കെ ഫൈറ്റ് ചെയ്യുമ്പോൾ എന്തോ അത്രയ്ക്ക് അങ്ങ് എനിക്ക് ഇഷ്ടപ്പെട്ട് വരുന്നില്ല. അങ്ങനെ ഇവരുടെ ഫൈറ്റിനിടയിൽ പെട്ടെന്നാണ് മൊണേറ്റോ ഗ്രനോളയെ ഹീൽ ചെയ്യുന്നു. ഇത് കണ്ട ഗോകു പറയും, ഗ്രനോളക്ക് ഇപ്പോഴും ജീവനുണ്ടല്ലേ, എല്ലാവരും ഗ്രനോള മരിച്ചു എന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഇത് കണ്ട് ഗ്യാസ് പറയും, ആദ്യം ആ നാമക്കിനെയാണ് കൊല്ലേണ്ടത് എന്ന് പറഞ്ഞ് മൊണേറ്റോയുടെ അടുത്ത് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകും. അപ്പോഴാണ് ഗോകു ഇവരുടെ അടുത്തെത്തി നമ്മുടെ ഗ്യാസിനെയും എടുത്ത് ഇൻസ്റ്റന്റ് ടെലിപ്പോർട്ടേഷൻ ചെയ്യുന്നു. ഇതേ സമയം മറ്റൊരിടത്ത് നമ്മുടെ ജാക്കോ നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത് കറക്റ്റ് അതേ ടൈമിൽ അവരവിടെ എത്തുന്നു. അവിടെ എത്തിയ ഉടൻ തന്നെ ഗോകു ഗ്യാസിനെ വലിച്ചെറിയുന്നു. ഇത് കണ്ട ജാക്കോ, ഡാ ഗോകു, എന്താ നീ ഇവിടെ ചെയ്യുന്നത്? ഗ്യാസിന് ഇവർ എവിടെയാണ് എത്തിയത് എന്ന് പോലും മനസ്സിലാകുന്നില്ല. അപ്പോൾ തന്നെ ഗോകുവിനോട് ചോദിക്കും, നീ എങ്ങനെയാണ് ഇത് ചെയ്തത്? ഈ സമയം നമ്മുടെ ഗോകു പറയും, നിന്റെ കയ്യിലും ഇൻസ്റ്റന്റ് ട്രാൻസ്മിഷൻ ഉണ്ട്, എന്റെ കയ്യിലും ഉണ്ട്, പക്ഷെ ഞാൻ വർഷങ്ങളായി ട്രെയിനിങ് ചെയ്തിട്ടാണ് ഇങ്ങനെയാക്കിയെടുത്തത്. എനിക്കും ഇത് മാസ്റ്റേർഡ് ചെയ്യണമെങ്കിൽ ഒരുപാട് നാളെടുക്കും എന്നും പറയുന്നു. അങ്ങനെ പിന്നെയും ഇവരുടെ ഫൈറ്റിനിടയിൽ ഗോകുവിനെ പിടിച്ചു നിൽക്കാനാകാതെ ഇൻസ്റ്റന്റ് ട്രാൻസ്മിഷൻ ഉപയോഗിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. ഇത് കണ്ട് ഗ്യാസ്, എന്റെ കയ്യിലും ഈ ടെക്നിക് ഉണ്ട് എന്ന് പറഞ്ഞ് ഗോകുവിനെ ഫോളോ ചെയ്യും. അപ്പോൾ ഇന്നത്തെ പാർട്ട് ഇത്ര മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ 2 ചാപ്റ്ററാണ് ഞാൻ ഇവിടെ ഒറ്റൊരു പാർട്ടാക്കിയിട്ട് എക്സ്പ്ലനേഷൻ ചെയ്തത്. കാരണം ഈ 2 ചാപ്റ്ററായിട്ട് മുഴുവനായിട്ടും ഫൈറ്റാണ്. ചിലതൊക്കെ നമുക്ക് പറയാമെങ്കിലും ചിലതൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ കഴിയില്ല. അത്രമാത്രം അതിനുള്ളിലുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.